അസ്സലാമു അലൈക്കും ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? നമുക്ക് നല്ല സുഖം, അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി കണവ ഫ്രൈ ഉണ്ടാക്കുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ടാക്കാറുണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നല്ല ഈസിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൈ ആണ്. അപ്പം ഞാനിവിടെ 1/2 കിലോ കണവ എടുത്തിട്ടുണ്ട്. അത് നന്നായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് കഴുകിയിട്ട് നമുക്ക് എന്താക്കുക, ഉപ്പ്, മുളക് പൊടി, ഈ മുളക് പൊടിൻ്റെ കൂടെ മല്ലിയും ഈ നമ്മൾ മഞ്ഞൾപ്പൊടിയെല്ലാം മിക്സ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്തതല്ലെങ്കിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം, മഞ്ഞൾപ്പൊടിയും. പിന്നെ ഇത് നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മളെ ഉപ്പ് മസാലയെല്ലാം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു വലിയ സവാള കട്ട് ചെയ്തിട്ട് പകുതി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തത്. ഇതിൽ നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു പാൻ ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പകുതി സവാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഈ കണവയിൽ ഉപ്പ് ഇട്ടതാണ്, അതുകൊണ്ട് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ ആ ഒരു ചെറിയ പീസ് ജിഞ്ചർ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 അല്ലി ഗാർലിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചതച്ചിട്ട്. പേസ്റ്റ് ആക്കുന്നതിനെക്കാട്ടി നല്ല ഇതിന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അതൊന്ന് ജസ്റ്റ് കുക്കായി വരുമ്പോൾ നമ്മളെ കണവ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതിട്ട് കൊടുക്കുക. ഞാൻ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച മുളകെല്ലാം അതിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ചുറ്റിച്ചിട്ട് അതിലൊഴിച്ച് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഒന്ന് വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അടച്ച് വെക്കാം. വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് തുറന്നിട്ട് എന്താക്കുക, ഇളക്കി ആ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഞാനിവിടെ ഒന്ന് ഫ്രൈ ആകുന്നവരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ നമ്മൾ ആ വെള്ളമെല്ലാം വറ്റി ഫ്രൈ ആയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി നമ്മളെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാനിവിടെ ചോറ്, സാമ്പാർ, നമ്മളെ കൂന്തൽ ഫ്രൈ അവിടെ നിന്ന് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.